ഹായ് അസ്സലാമു അലൈക്കും. അപ്പം നമ്മൾ കടായി ഉണ്ടാക്കാൻ പോകട്ടോ. അപ്പോൾ കടായിക്ക് ചിക്കന് മുളകും പൊടിയും മഞ്ഞൾപ്പൊടിയും ഗരം മസാലയും ഉപ്പും യോജിപ്പിച്ച് തേച്ച് വെച്ചിട്ടുണ്ട്. ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കട്ടോ. നമുക്ക് ഒന്ന് ഫ്രൈ ആക്കി എടുക്കാം. ജസ്റ്റ് ഒന്ന് നല്ല ചൂടുള്ള ചക്കയാക്കാം. നമുക്ക് ഇളക്കി ഇങ്ങനെ വേവിക്കട്ടോ. കുറേ എണ്ണൊന്നും ഒഴിച്ചിട്ടില്ല, കുറച്ച് എണ്ണ ഒഴിച്ചിട്ടുണ്ട്. നമ്മുടെ ചിക്കൻ പൊരി ഏകദേശം ആയി തുടങ്ങുകയാണ്. അതിൽ നിന്ന് പൊരിച്ചത് കോരി മാറ്റി വെച്ചിട്ടോ. ഇനി ഇതിലേക്ക് നമ്മൾ സവാള, കരിവേപ്പിൻ്റെ ഇല, പിന്നെ ക്യാപ്സിക്കം, തക്കാളി, വെളുത്തുള്ളി, വലിയ ജീരകം, പച്ചമുളക്, ഏലക്കായ, തക്കാളി ഇട്ടോ. പിന്നെ ക്യാപ്സിക്കം ഉള്ളി ഇട്ട് കൊടുക്കാം. ഉള്ളിയും കറിവേപ്പില ഉള്ളിയും കരിവേപ്പിൻ്റെ ഇല അതിലേക്ക് ഇട്ട് കൊടുക്കാം. ആ എണ്ണയൊക്കെ തന്നെയാണ് ഇട്ട് കൊടുക്കുന്നത്. അതേ പൊരിച്ചതൊക്കെ നോക്കണം. നമ്മളെന്താ ഉണ്ടാക്കണമെന്ന് ആർക്കും മനസ്സിലായില്ലേ? കടായി, തട്ടിക്കൂട്ട് കടായില്ലേ. തക്കാളി സോസൊക്കെ നമ്മൾ ഉണ്ടാക്കുമ്പോൾ നോക്കിയപ്പോൾ കറണ്ട് ഇല്ല. എന്നാലും നമ്മൾ എന്തൊക്കെ കാട്ടിക്കൂട്ടുക. കുറേ നേരം ആയിക്കണ്. വോൾട്ടേജ് എത്ര ഉണ്ട്? കുറഞ്ഞോ? ഇങ്ങനെ നോക്കി ഇത്ര അരക്കാൻ കറണ്ട് ഇല്ല. അപ്പോൾ ഇതിപ്പോൾ ഈ ക്യാബേജ് ഇട്ടെടുത്തിന്. ക്യാബേജോ ഇല്ലല്ലോ, എത്ര ഈ സാധനം പെട്ടെന്ന് കണ്ടപ്പോൾ ക്യാബേജ് അരച്ചിട്ട് കഴിച്ച്. അത് വലിയുള്ളി പിന്നെ വെളുത്തുള്ളി ഇഞ്ചൊക്കെയാണ്. അതിലേക്ക് മുളകും പൊടി കുറച്ചിട്ട് കൊടുക്കട്ടോ. ഒരു സ്പൂൺ ഇട്ടു. കാശ്മീരി ചില്ലൊന്നുമില്ല, നമ്മൾ സാധാ മുളകും പൊടി. 3 ടീസ്പൂൺ ഇട്ടു. 3 ടീസ്പൂൺ നമ്മൾ നന്നായിട്ട് ഇളക്കി കൊടുക്കട്ടോ. കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് ഗരം മസാല ഇട്ട് കൊടുക്കണം. കുറച്ച് മതി കേട്ടോ. അപ്പോൾ അത് നമുക്ക് ഇളക്കി നന്നാക്കി അങ്ങോട്ട് പിടിപ്പിച്ച് കൊടുക്കാം. ഇപ്പം ഉണ്ടാവുന്ന ഒരു മണം കേട്ടോ. അത് നല്ല രസമുള്ള ഒരു മണമാണ്. ഇനി കുറച്ച് ചിക്കൻ മസാല ഇട്ട് കൊടുക്കാം. ചിക്കൻ മസാല ഇട്ട് ഇങ്ങനെ കൊടുക്കട്ടോ. ഇത് നേരിട്ട് ഇങ്ങോട്ട് വെള്ളോട്ട് പാക്കട്ടെ. നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കാം. ഇത് നല്ല ഗ്രേവി വേണം കടായിലിട്ട്, അതിനോടാണ് തക്കാളി ഇട്ട് കൊടുക്കുന്നത്. നമുക്ക് ക്യാപ്സിക്കം ഉണ്ടായാൽ മതി, പിന്നെ തക്കാളി സോസും ഉണ്ടായാൽ മതി. ഇവിടെ തക്കാളി സോസ് ഇല്ല. അപ്പോൾ മിക്സിയിലിട്ട് നമ്മൾ എന്ത് ചെയ്യണം, തക്കാളി അരക്കണം വിചാരിച്ചു. അപ്പോൾ കറണ്ടില്ല. അടി പിടിക്കാതെ നന്നാക്കി ഇളക്കി കൊടുക്കട്ടോ. ഇനി ഇതിക്ക് ക്യാപ്സിക്കാണ് ഇടാനുള്ളത്. പക്ഷെ ഗ്രേവിയോട് കൂടിയൊക്കെയാണ് ഉണ്ടാക്കുന്നത്. നമ്മളിങ്ങനെ ഉണ്ടാക്കുന്നത് തട്ടിക്കൂട്ടായിട്ട് ഇങ്ങനെ ഉണ്ടാക്കുകയാണ്. നാരങ്ങ പീഞ്ഞെടുക്കുകയാണ്. നാരങ്ങ ഇങ്ങനെ പീഞ്ഞിങ്ങനെ എല്ലായിടത്തേക്ക് കൊടുക്കും. ഇപ്പം നന്നാക്കി ഇളക്കി കൊടുക്കട്ടോ. ഉപ്പിട്ടില്ല. ഉപ്പിടാണ്ട് അല്ലേ? ഉപ്പിടാണ്ട്, മല്ലിയില ഇടാണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ക്യാപ്സിക്കം ഇട്ട് കൊടുക്കട്ടോ. ക്യാപ്സിക്കം ഒരു ചുവപ്പും പച്ചയും ഇത് പൗത്തതാണെന്നാണ് തോന്നുന്നത്. കുറച്ച് ഉപ്പ്. ചിക്കനിൽ നമ്മൾ ഉപ്പൊക്കെ ഇട്ടതാണ്. ഈ മസാലയ്ക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പിട്ടാണ് കേട്ടോ. അല്ലേ? ഉപ്പ് 1 ടീസ്പൂൺ ഇട്ടെടുത്തിട്ടോ. എല്ലായിടത്തേക്കും നന്നാക്കി ഇളക്കി പിടിപ്പിക്കണം. ഇത് കല്ലുപ്പ് പൊടിച്ചതാട്ടോ. നമ്മുടെ ചിക്കൻ പൊരിച്ചത് ഓരോ പീസായിട്ട്. അപ്പോൾ നല്ലവണ്ണം ഇനി നമുക്ക് ഈ ചിക്കൻ ഇതിലേക്ക് ആക്കി കൊടുക്കാം. തക്കാളി സോസ് ഇല്ല കേട്ടോ. നമ്മൾ തക്കാളി അരക്കാൻ കറണ്ട് വന്നില്ല. ഇങ്ങനെയാണെങ്കിൽ നമ്മൾ ഇങ്ങനെ ഒതുക്കേണ്ടി വരും. കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുക്കുന്നു. പഞ്ചസാര ഇത്തിരി ഇതിൽ തക്കാളി ഇട്ടുകണല്ലോ. തക്കാളി ഉടഞ്ഞ ഒരു പുളിയൊക്കെ ഉണ്ടാവും തക്കാളി സോസിൻ്റെ. നമുക്ക് തുള്ളി പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഇതിന് മലയാളം ഇട്ട് കൊടുക്കാം. എന്നിട്ട് അളക്കണം. എന്നിട്ട് എല്ലാ ഭാഗത്തും
അപ്പോൾ ഇത് കാണാൻ രസമല്ലേ, പച്ചയും കൂടി ഉണ്ടായിരുന്നു കാണാൻ. നമുക്ക് അടച്ചു വെക്കാം. നമ്മുടെ കടായി റെഡിയായി. കടായിൽ കുറച്ച് പഞ്ചസാര ഇട്ടത്, അതായത് കറണ്ട് വന്നിട്ടില്ല, വോൾട്ടേജ് ഇല്ല. കറണ്ട് ഉണ്ട്, വോൾട്ടേജ് ഇല്ല, അതുകൊണ്ട് മിക്സി ഓണാക്കാൻ പറ്റില്ല, അതുകൊണ്ട് നമുക്ക് തക്കാളി ഇറക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മളൊരു പഞ്ചസാര ഇട്ടാൻ ഇളക്കി. അങ്ങനെ ഇപ്പോൾ കടായി റെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ട്, എരിവുണ്ട്, മധുരമുണ്ട്. അപ്പം അടുത്ത വീഡിയോ വരുന്നവരേക്കും ബൈ. അപ്പം നെയ്ച്ചോറും കടായും പപ്പടവും തൈരൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. കായും ഒക്കെ കൂട്ടി നോക്കാം. സൂപ്പറാണ് കേട്ടോ.